ഇന്ന് നമുക്ക് ഗ്രാവിറ്റേഷനിലെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നിങ്ങൾ വ്യക്തമായി ഫസ്റ്റ് സ്ക്രീനിൽ വായിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇല്ലാത്തവർ ഒന്നോ രണ്ടോ തവണ കൃത്യമായി വായിച്ചതിന് ശേഷം നോട്ടിലേക്ക് പകർത്തുക. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു പ്ലാനറ്റിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണ ത്വരണം G ആണ് എങ്കിൽ അതിന്റെ ഡബിൾ മാസും ഹാഫ് റേഡിയസുമുള്ള മറ്റൊരു പ്ലാനറ്റിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയുടെ എത്ര മടങ്ങായിരിക്കും? അതാണ് ക്വസ്റ്റ്യൻ. എത്ര മടങ്ങായിരിക്കും? അതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം G ഈക്വൽ ടു Gm/r² ആണ്. Gm/r² ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ. സോ acceleration due to gravity equation ആണ് Gm/r², where m is the mass of the planet, r is the radius of the planet. So when m become 2m, r become r/2, what happens? The acceleration due to gravity G dash is equal to G into 2m/r/2 all square. So the answer is G into m/r²/4. The answer is 8 into Gm. So the G dash is equal to 8 into Gm/r². Gm/r² നമുക്ക് പറയുന്ന പേരാണ് G. So the answer is 8G. സോ പുതിയ പ്ലാനറ്റിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയുടെ 8 മടങ്ങായിരിക്കും. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പ്ലാനറ്റിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ 8 ടൈംസ് ആയിരിക്കും. അതാണ് ഇവിടെ ആൻസർ ആയി കിട്ടുന്നത്. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ന്യൂ പ്ലാനറ്റ് ഈസ് 8 ടൈംസ് ഓഫ് എക്സിസ്റ്റിംഗ് പ്ലാനറ്റ്. ഇപ്പം ഫസ്റ്റ് പറഞ്ഞ പ്ലാനറ്റിന്റെ 8 ടൈം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടാവും ഈ പുതിയ പ്ലാനറ്റിന്, അല്ലെ നമ്മൾ രണ്ടാമത് പറഞ്ഞ പ്ലാനറ്റിന്. ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ്, ഗ്രാവിറ്റേഷനിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് കൃത്യമായി മനസ്സിലാക്കുക. ഇത് 9ാം ക്ലാസ്സിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഇത് പിന്നെ +1 +2 ഇത് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ബേസ് സ്ട്രോങ് ആണെങ്കിൽ പിന്നെയുള്ള ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഫിസിക്സ് ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് G = Gm/r². When mass become 2m, r become r/2, the acceleration due to gravity of new planet become G into 2m/r/2 all square. So this become 2Gm/r²/4. So this form become 4 into 2, 8 into Gm/r². So the G dash, acceleration due to gravity of new planet, G dash equal to 8 into Gm/r². So G dash equal to 8G. The answer is 8G. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു ക്വസ്റ്റ്യനുമായി അടുത്ത സെഷനിൽ നമുക്ക് കാണാം. താങ്ക് യു.